തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതി തുടങ്ങിയിട്ട് 6 മണിക്കൂറിലേക്ക് എത്തുന്നു. ഈ ഘട്ടത്തിൽ വോട്ട് ചെയ്ത ശതമാനത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ നമുക്ക് ലഭ്യമാകുന്നു. സംസ്ഥാനത്ത് ആകെയുള്ള വോട്ട് ശതമാനം ഇതുവരെ 6 മണിക്കൂർ എത്തുമ്പോൾ 35.6% സംസ്ഥാനത്ത് ആകെ വോട്ടിംഗ് ശതമാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് പോകുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ 34% വോട്ടിംഗ് ശതമാനമായി കണക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. 34% വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തി അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ നിർണായകമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോൾ 34.5% വോട്ടർമാർ ഇതുവരെ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ എന്ന കണക്കാണ് ഏറ്റവും പുതുതായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ആറ്റിങ്ങലിൽ നിന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലത്തേക്ക് പോകുമ്പോൾ 35% വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ 6 മണിക്കൂർ എത്തുന്ന സാഹചര്യത്തിൽ രാവിലെ 7 മണിക്കാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് ആരംഭിച്ചത്. 6 മണിക്കൂർ എത്തുന്നു. പത്തനംതിട്ടയിൽ 33% വോട്ടർമാർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. താരതമ്യേന മികച്ച പോളിംഗ് തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളുടെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ലഭ്യമാകുന്നത് എന്ന് തന്നെ വേണം പ്രാഥമികമായി വിലയിരുത്താൻ. മാവേലിക്കരയിലേക്ക് പോകുമ്പോൾ 33.5% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സമയത്തിനുള്ളിൽ മാവേലിക്കരയിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുന്നു. കോട്ടയത്തെത്തുമ്പോൾ 36% വോട്ടർമാർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ മണിക്കൂറിനുള്ളിൽ എന്ന ഏറ്റവും പുതിയ കണക്കിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇടുക്കിയിലേക്ക് പോവുകയാണ്. ഇടുക്കിയിലേക്ക് പോകുമ്പോൾ 37% വോട്ടർമാർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ മന്ദഗതിയിലായിരുന്നു അവിടുത്തെ പോളിംഗ് ശതമാനം. പക്ഷേ 37 എന്ന ഉയർന്ന ശതമാന നിരക്കിലേക്ക് ഇടുക്കിയിലെ പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നു. ആലപ്പുഴയിൽ 38% എന്നത് തീർച്ചയായും ഉയർന്ന പോളിംഗ് തന്നെയാണ്. ആലപ്പുഴയിലും താരതമ്യേന മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം തീർച്ചയായും ഈ കണക്ക് വർദ്ധിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ആലപ്പുഴയിൽ നിന്ന് നമുക്ക് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകാം. എറണാകുളം വളരെ നിർണായകമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. എറണാകുളത്ത് പോകുമ്പോൾ 35% വോട്ടർമാർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ 6 മണിക്കൂറിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ എന്നാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന ശതമാന കണക്കുകൾ. ഏറ്റവും പുതിയ കണക്കുകളാണ് നമ്മൾ പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് നമ്മൾ ചാലക്കുടിയിലേക്ക് പോകുന്നു. ചാലക്കുടിയിൽ 36.5% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നസെന്റും UDF കൺവീനറും തമ്മിലാണ് പ്രധാനമായും പോരാട്ടം ചാലക്കുടിയിൽ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ചാലക്കുടിയിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുന്നു. തൃശ്ശൂരിൽ 35% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെയുള്ള സമയത്തിൽ രാവിലെ 7 മണിക്കാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് ആരംഭിച്ചത്. ഇപ്പോൾ 6 മണിക്കൂർ എത്താൻ പോകുന്നു. ആ ഘട്ടത്തിലുള്ള ഏറ്റവും പുതിയ കണക്കുകളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. പാലക്കാട് 38% ആളുകൾ ഈ സമയത്തിനുള്ളിൽ 6 മണിക്കൂറിനുള്ളിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന വിശദാംശങ്ങളാണ് പുതിയ കണക്കുകളായി ലഭിക്കുന്നത്. ആലപ്പുഴയിലേക്ക് പോവുകയാണെങ്കിൽ 37.5% വോട്ടർമാർ ആലത്തൂരിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പൊന്നാനിയിലേക്ക് പോകുന്നു. പൊന്നാനി തീവാറുന്ന പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ്. 33% വോട്ടർമാരാണ് അവിടെ ഇതിനോടകം വോട്ട് ചെയ്തത്. ഒരു പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഉയർന്ന വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തേണ്ടിയിരുന്ന മണ്ഡലമാണ്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ആ പ്രതീക്ഷകൾ തന്നെ അവിടെ നിലനിർത്തും സ്ഥാനാർത്ഥികളും മുന്നണികളും എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുന്നു. മലപ്പുറത്തും മികച്ച പോരാട്ടം തന്നെയാണ് ഇത്തവണ പാർട്ടി സംവിധാനങ്ങളും മുന്നണികളും ഏർപ്പെടുത്തിയത്. ആ പോരാട്ടം തന്നെയാണ് അവിടെ നടന്നത്. 33.5% എന്നത് താരതമ്യേന മലപ്പുറത്തിന്റെ ഒരു സ്വഭാവത്തിൽ കുറച്ചുകൂടി വർദ്ധിക്കേണ്ടതാണ്. ഉച്ചയ്ക്ക് ശേഷം അത് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. ഏതായാലും മലപ്പുറത്ത് നിന്ന് വയനാട്ടിലേക്ക് പോകുന്നു. ദേശീയ ശ്രദ്ധ കൂടി ആകർഷിക്കുന്ന മണ്ഡലമാണ്. 37% വോട്ടർമാർ അവിടെ വോട്ട് രേഖപ്പെടുത്തിയതായി ഏറ്റവും പുതിയ കണക്കുകൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്നു. കോഴിക്കോട് 37.5% വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം ഈ 6 മണിക്കൂർ എത്തുന്ന ഘട്ടത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന വിശദാംശങ്ങളാണ് ലഭിക്കുന്നത്. വടകര തീപാറുന്ന പോരാട്ടം നടക്കുന്ന കേരളത്തിലെ മറ്റൊരു മണ്ഡലം. പി ജയരാജനെ പോലെ കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയെ ഉറ്റുനോക്കുന്ന മണ്ഡലം.
വടകരയിൽ 38% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ UDF-ന് സ്ഥാനാർത്ഥിയെ പോലും നിർണ്ണയിക്കാൻ കഴിയാതെ പോകുന്ന സങ്കീർണമായ സാഹചര്യം ഉണ്ടായ മണ്ഡലമാണ്. കണ്ണൂരിലേക്ക് എത്തുമ്പോൾ 37.5% വോട്ടർമാർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുന്നു. അത് കാസർഗോഡാണ്. കാസർഗോഡും ശ്രദ്ധേയമായ പോരാട്ടമാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. 34% വോട്ടർമാർ കാസർഗോഡ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ സമയത്തിനുള്ളിൽ. ഏതായാലും കേരളത്തിൽ 35.6% വോട്ടർമാർ ഈ 6 മണിക്കൂറിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു താരതമ്യേന മികച്ച പോളിംഗ് തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കണം, ഒരുപക്ഷെ കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം കൂടിയാണ്, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വീട്ടമ്മമാരടക്കമുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. വലിയ നിലയിൽ തന്നെ കുത്തനെ പോളിംഗ് ശതമാനം ഉയരാൻ